ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മാതാപിതാക്കളെ നല്ലതുപോലെ കേൾക്കണേ. യാക്കൂബ് നബി ഈജിപ്തിലേക്ക് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന മക്കളോട് പറയുകയാ, മക്കളെ, നിങ്ങൾ ഒരു വാതിലിലൂടെ എല്ലാവരും കയറിപ്പോകരുത്. നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കയറിപ്പോകരുത്. പല പല വാതിലുകളിലൂടെ വേണം കയറിപ്പോകാൻ. എന്തിനാ പറഞ്ഞതെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈജിപ്തിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോ എല്ലാവരും കൂടെ നിരന്ന് ഒരേ വാതിലിലൂടെ കയറി പോകരുത്. പല പല വാതിലുകളിലൂടെ വേണം കയറി പോകാൻ. എന്റെ പ്രിയപ്പെട്ടവര്, കാരണം എന്തെന്നറിയോ? എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കയറിപ്പോയാൽ ഒരുപോലെ ഇരിക്കുന്ന കുറേ മക്കള് പ്രത്യേകം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നാ പല പല വാതിലിലൂടെ കയറിപ്പോയാൽ അത് ശ്രദ്ധിക്കില്ലല്ലോ. എല്ലാവരും കൂടെ ഒരുമിച്ച് 5 മക്കളും അല്ലെങ്കിൽ 6 മക്കളും ഒരുമിച്ച് നിരന്നു പോയാൽ നോക്കുമല്ലോ ഒരുപോലെ ഇരിക്കുന്ന 5 എണ്ണങ്ങൾ. എന്നാൽ പല പല വാതിലിലൂടെ കയറിപ്പോയാ അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അങ്ങനെ പറഞ്ഞു വിടാനുള്ള കാരണം? മഖാഫത്തു ഇസ്ബാത്തിൽ ഐനി, കണ്ണ് തട്ടുമെന്നുള്ള ഭയമാ, കണ്ണേറ് കിട്ടുമെന്നുള്ള പേടി കാരണം എല്ലാ മക്കളും ഒന്നുപോലെ ഇരിക്കുന്ന വെളുത്തു തുടുത്ത് സുന്ദരന്മാരായിരിക്കുന്ന മക്കൾ ഇങ്ങനെ നിരന്ന് കയറി പോകുമ്പോ അല്ലാഹുവേ, തന്റെ മക്കൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ എല്ലാവരോടും പറഞ്ഞു വേറെ വേറെ വാതിലിലൂടെ കയറി പോകാൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 2026 സ്വീകരിക്കാനിരിക്കുന്ന പെങ്ങള്, മോളെ, കണ്ണേറിനെ കുറിച്ച് പഠിക്കണേ. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. സ്റ്റാറ്റസിന്റെ കാലമാണല്ലോ. ഒരു വീട് വെച്ചാ ആ വീടിന്റെ സർവ്വ വീഡിയോയും സ്റ്റാറ്റസ് ഇടുന്ന പെങ്ങള്, ഒരു വണ്ടി എടുത്താ നാട്ടുകാരെ മുഴുവനും അറിയിക്കുന്ന ചെറുപ്പക്കാരാ, സ്വന്തം മക്കൾക്ക് A+ കിട്ടിയ ഫ്ലെക്സ് അടിച്ച റോഡിന്റെ സൈഡിൽ വെക്കുന്ന മുസ്ലിമേ, കണ്ണിനെ കുറിച്ച് പഠിക്കണേ. അൽ ഐനു സലാസ്, കണ്ണ് 3 രീതിയിലാ പഠിക്കണേ. അല്ലാഹുവേ, കണ്ണ് 3 രീതിയിലാണ് പഠിക്കുക. ഒന്നാമത്തെ കണ്ണേതെന്നറിയോ? അൽ ഐനുൽ ഹാസിദാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണീറ് സത്യമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി തങ്ങളുടെ ഹദീസ് തന്നെ ഉണ്ട്, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എടാ, നീയും നിന്റെ കുടുംബവും നിനക്കൊരു വീട് വെച്ചു. നീ വീട് വെച്ചിട്ട് അത് 40 പേരെ കാണിക്കാൻ സ്റ്റാറ്റസ് ഇടും. നിന്റെ വീട്, ഉള്ള്, ബെഡ്റൂം, അടുക്കള, ബാത്റൂം, സർവ്വതും നാട്ടുകാർ കാണണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാനുള്ളതല്ല. നീ ഒരു വാഹനം എടുത്തു, നീ എന്തിനു നാട്ടുകാരെ അറിയിക്കണം? നീ ഊട്ടി പോയി അപ്പത്തന്നെ അവിടെ പോയി നിന്ന് പോസ്റ്റ് ഇടും, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഇങ്ങനെ കാണിച്ചെടുക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണിനെ കുറിച്ച് പഠിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, നിബിധങ്ങൾ പറയുന്നു 3 രീതിയിലാണ് കണ്ണുള്ളത്. ഒന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, അസൂയയുടെ കണ്ണ്. നിനക്കൊരു വീടുണ്ട്, അല്ലാഹുവേ, എനിക്കും അതുപോലെ ഒരു വീട് തരണമെന്നല്ല ആഗ്രഹിക്കുന്നേ, അത് നശിച്ചു പോണേന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെ ആഗ്രഹം, പടച്ചവനെ, നിനക്കൊരു വാഹനമുണ്ട്, നിനക്കൊരു ജോലിയുണ്ട്, നിനക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ണ്. അല്ലാതെ നിനക്ക് കുറച്ച് സമ്പത്തുണ്ട്, അല്ലാഹു എനിക്കൂടെ തരണേ അല്ല എന്നല്ല. അവൻ്റെത് പോയി അവൻ എത്തീങ്ങാനയിലാകണം, അവന്റെ വീട് പോകണം, അവന്റെ വീട്ടിൽ എല്ലാം നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതി. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ? ആ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വഴി പറഞ്ഞു തരികയാണ്. നിന്റെത് നശിച്ചു പോകണേ എന്ന് ആഗ്രഹിക്കുന്ന കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഖുർആൻ പറയുകയാണ്, വമിൻ
ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ സൂറത്താണ് പാരായണം ചെയ്യാൻ നബി തങ്ങൾ പറഞ്ഞത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാത്ത്. ഖുർആൻ പറയുകയാണ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. പടച്ചവനെ ഖുർആനിന്റെ 113-14 സൂറത്തുകൾ അതിനകത്ത് അല്ലാഹു കാവൽ ചോദിക്കാൻ പറയുന്നല്ലോ. പടച്ചവനെ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാൻ ഖുർആൻ പറഞ്ഞ ഒരു ആയത്തേതാ? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇതിനകത്ത് പടച്ചവനെ ഖുർആൻ പറയുന്ന ഈ ആയത്ത് പാരായണം ചെയ്യാൻ രണ്ടാമത്തെ കണ്ണേതെന്നറിയുമോ? ഐനിൻ മുഅ്ജബ്, അത്ഭുതം. പടച്ചവനെ അത്ഭുതം. എല്ലാവരും അത്ഭുതത്തോടു കൂടി കാണുകയാണ്. മനോഹരമായ ഒരു വീട്, മനോഹരമായ ഒരു വീട്, നല്ല ഒരു വാഹനം. ഇങ്ങനെ പടച്ചവനെ അത്ഭുതത്തോടു കൂടി പറയുന്ന കണ്ണിനെ പേടിക്കണമടോ, ആ കണ്ണിനെ സൂക്ഷിക്കണമടോ. അതിന് അതാ ഒരു ചരിത്രം പറഞ്ഞു തരാം. പടച്ചവനെ ഒരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാ. സ്റ്റാറ്റസ് ഇടുന്നവർ, ഫോട്ടോ ഷെയർ ചെയ്യുന്നവർ, സ്വന്തം മക്കളുടെ ഫോട്ടോ വരെ ഇട്ടുകൊണ്ട് നടക്കുന്നവർ, നിങ്ങൾ മനസ്സിലാക്കണേ, നബിതങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. അതാ പടച്ചവനെ, അതാ അള്ളാന്റെ റസൂലും സ്വഹാബത്തും പോകുമ്പോ അതാ ജഹഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ക്ഷീണം കാരണം നബിതങ്ങളും സ്വഹാബത്തും അവിടെ താമസിക്കുകയാണ്. അല്പം റെസ്റ്റ് എടുക്കുകയാണ്. ആ സമയത്ത് മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു, സുന്ദരനായ കാണാൻ അഴകുള്ള സൗന്ദര്യമുള്ള സഹൽ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തന്റെ വസ്ത്രമൂരിയിട്ട് കുളിക്കാൻ പോവുകയാ. കേൾക്കണേ ചെറുപ്പക്കാരാ, നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രമാണ്. മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു തന്റെ വസ്ത്രമൂരിയിട്ട് കുളിക്കാൻ പോകുമ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു സഹൽ തങ്ങളുടെ ശരീരം കാണുകയാണ്. ആദ്യമായിട്ടാണ് സഹൽ എന്ന് പറയുന്ന സ്വഹാബിയുടെ അല്ലാഹുവേ ചുമന്നു തുടുത്തിരുന്ന ശരീരം ഇങ്ങനെ കാണുന്നത്. അത് കണ്ടപ്പോ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, വല്ലാഹി മാ റഅയ്തുകുൽ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇതുവരെ ഞാൻ ഇത്രയും മനോഹരമായ ഒരു ശരീരം ഞാൻ കണ്ടിട്ടില്ല. മഹാനായ ആമിർ തങ്ങൾ പറയുകയാ, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇത്രയും മനോഹരമായ ഒരു ശരീരം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് വൈരാഗ്യത്തോടെ പറഞ്ഞതല്ല, അസൂയ വെച്ച് പറഞ്ഞതല്ല. ആമിർ തങ്ങൾ സന്തോഷം കൊണ്ട് പറഞ്ഞതാ, അത്ഭുതത്തോടെ പറഞ്ഞതാ. പറഞ്ഞു തീരേണ്ട താമസം. സുബ്ഹാനല്ലാഹ്, സഹൽ തങ്ങൾ ബോധം കെട്ട് താഴെ വീഴുകയാ. സഹൽ റളിയല്ലാഹു തആല അൻഹു ജുഹഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നബിതങ്ങളും സഹാബത്തും അവിടെ താമസത്തിന് വേണ്ടി റെസ്റ്റ് എടുക്കുമ്പോൾ ഈ സഹാബി തന്റെ വസ്ത്രം ഒന്നൂരി, കമീസ് ഒന്നൂരി. ഇത് ഊരിയപ്പോ കൂടെ ഉണ്ടായിരുന്ന ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ സത്യം, എന്തൊരു ശരീരമായത്, ഇതൊരു ബോഡിയാന്നൊക്കെ പറയില്ലേ. ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞതും സുബ്ഹാനല്ലാഹ്, ദാ കിടക്കുന്ന ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.